ആദ്യം തന്നെ ഇന്ന് കേരളത്തെ ഇരുത്തി ചിന്തിപ്പിച്ച രാഹുൽ ഗാന്ധിയുടെ ആ ഒരു വരി പാട്ട് നമുക്ക് കേട്ടു നോക്കാം. സ്വർണം കട്ടു അറപ്പ, സ്വർണം കട്ടു അറപ്പ. അങ്ങനെ രാഹുൽ ഗാന്ധിക്കും പാട്ടുപാടി സ്വർണം കട്ടതാരപ്പ എന്ന് ചോദിക്കേണ്ടി വന്നിരിക്കുന്നു. കാരണം ഇന്നലെ വന്ന പ്രധാനമന്ത്രി അത് ചോദിക്കാതെ പോയത് ആ കളവ് പൂഴ്ത്തിവെക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അതായത് CPM-ഉം BJP-യും ചേർന്ന് ശബരിമല വിശ്വാസികളെ ഒന്നടങ്കം വഞ്ചിക്കുന്ന അതീവ ഗുരുതരമായ സംഭവം കയ്യോടെ പിടികൂടിയിരിക്കുകയാണ്. ശബരിമലയിൽ CPM നേതാക്കൾ മോഷ്ടിച്ച സ്വർണവും ആ കേസും തന്നെ ഇല്ലാതാകാൻ പോകുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതിനുവേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അതാണ് ഇന്നലെ കേരളത്തിലെത്തിയ നരേന്ദ്രമോദി മാങ്കൂട്ടം MLA എന്ന പയ്യനെ കുറിച്ച് സംസാരിച്ചിട്ട് പോലും ശബരിമലയിലെ ഇത്രയും വലിയ സ്വർണ്ണക്കൊള്ള CPM നേതാക്കൾ മോഷ്ടിച്ചതിനെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടാതെ തിരിച്ചുപോയത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന് മനസ്സിലായതോടെ അത് തെളിവ് സഹിതം പുറത്തു പറഞ്ഞിരിക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേന്ദ്രത്തിൽ BJP ചെയ്യുന്നതാണ് കേരളത്തിൽ LDF ചെയ്യുന്നത് എന്നും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമെല്ലാം അദാനിക്ക് കീഴടങ്ങിക്കഴിഞ്ഞുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞത് വലിയൊരു അന്താരാഷ്ട്ര ബന്ധമുള്ള കച്ചവടത്തിൻ്റെ സാധ്യതകളാണ് വ്യക്തമായിരിക്കുന്നത്. ശബരിമലയിലെ വിലമതിക്കാനാകാത്ത മൂല്യമുള്ള സ്വർണ്ണപ്പാളികളും ദ്വാരപാലക ശില്പങ്ങളും എവിടേക്ക് വിറ്റുവെന്നും എത്ര കോടി രൂപയ്ക്ക് വിറ്റുവെന്നും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി ബാക്കി നിൽക്കുമ്പോൾ ഇതെല്ലാം ചെന്നെത്തുന്നത് ഈ അന്താരാഷ്ട്ര ബന്ധങ്ങളിലേക്ക് തന്നെയാണ്. UDF അധികാരത്തിൽ വന്നാൽ ഈ സ്വർണ്ണക്കൊള്ള നടത്തിയ കള്ളന്മാരെയാണ് ആദ്യം ശിക്ഷിക്കാൻ പോകുന്നതെന്ന് രാഹുൽ ഗാന്ധിക്ക് ഇവിടെ വന്ന് പറഞ്ഞ് ഉറപ്പ് നൽകേണ്ടി വന്നിരിക്കുകയാണ്. അത്രയ്ക്ക് പോലും കേരളം ഭരിക്കുന്ന മലയാളിയായ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും ഈ കൊള്ളക്കാരെ പിടിച്ചു നൽകാമെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, ഒരു വിശ്വാസിയായി അറിയപ്പെടുന്ന പ്രധാനമന്ത്രിക്ക് പോലും ഈ സ്വർണം കട്ട കള്ളന്മാരെ ഞങ്ങൾ പിടിക്കുമെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ കള്ളന്മാരൊക്കെ ഇവർക്ക് അറിയാവുന്നവരാണ്. അതായത് സ്വർണ്ണക്കൊള്ള നടത്തിയ CPM നേതാക്കളെയും മന്ത്രിമാരടക്കമുള്ളവരെയും രക്ഷിക്കാൻ വേണ്ടി പിണറായി വിജയനൊപ്പം തന്നെ കേരളത്തിൽ BJP-യുടെ ഒരു അദൃശ്യ കരമുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPM വേണമെന്നുള്ളത് കൊണ്ട് BJP-ക്ക് കേരളത്തിൽ കോൺഗ്രസ് വരണം എന്നുള്ളൊരാഗ്രഹമേ ഇല്ല. സംസ്ഥാന സർക്കാർ പൂർണ്ണമായും കേന്ദ്രത്തിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഉള്ളത്. അത് എല്ലാവർക്കും അറിയാം. BJP-യെ എതിർക്കുന്നവർക്ക് ഭീഷണി നേരിടേണ്ടി വരുന്നതും അതുകൊണ്ടാണ്. കേരളത്തിൽ നിൽക്കുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം രാഹുൽ ഗാന്ധി ഉയർത്തിയത് തന്നെ ഇന്നലെ പലയിടത്തും പ്രസംഗിച്ചിട്ട് പോയിട്ടും റോഡ് ഷോ നടത്തിയിട്ടും നരേന്ദ്രമോദി ഈ സ്വർണ്ണക്കൊള്ളയെപ്പറ്റി ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല എന്നും മനഃപൂർവ്വം പിണറായിയെ രക്ഷിക്കാൻ വേണ്ടി നരേന്ദ്രമോദി എന്ന അവസരവാദ രാഷ്ട്രീയക്കാരൻ പദ്ധതിയിട്ടു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവുമാണ് നമ്മൾ കണ്ടത്. നരേന്ദ്രമോദി സംസാരിക്കുന്നത് അമ്പലങ്ങളെയും വിശ്വാസത്തെയും കുറിച്ചൊക്കെയാണ്. എന്നാൽ കേരളത്തിലെത്തിയപ്പോൾ ഈ ശബരിമലയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം വ്യക്തമായ ഡീല് തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയും സ്വർണം ചെമ്പാക്കി മാറ്റിയതും നരേന്ദ്രമോദി മറന്നുപോയെന്നും CPM-നെ സംരക്ഷിക്കാൻ മോദി കൊള്ളക്കാരെയും കൊള്ളയെയും മറച്ചു വയ്ക്കുകയാണെന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചു. UDF വന്നാൽ സ്വർണ്ണക്കൊള്ള നടത്തിയവരെ മുഴുവൻ ശിക്ഷിക്കും. ഇവിടെ LDF യഥാർത്ഥ ഇടതുപക്ഷമല്ലെന്നും LDF കേരളത്തിൽ BJP-യെ പോലെയാണെന്നും രാഹുൽ ഗാന്ധി ഉറപ്പിച്ചു പറയുന്നു. ഈ സർക്കാരിൽ ഇടത് സ്വഭാവമേ ഉണ്ടായിട്ടില്ല. നരേന്ദ്രമോദി പറയുന്നത് പോലെയാണ് കേരളത്തിലെ ഭരണമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയുണ്ടായി. ഏതായാലും കേരളം എന്ന സംസ്ഥാനം ഇപ്പോൾ വലിയൊരു അപകടത്തിൻ്റെ വക്കിലാണ് നിൽക്കുന്നത്. ഏത് വൃത്തികേടിനും കൂട്ടുനിൽക്കുകയാണ് മുഖ്യമന്ത്രിയും അതുപോലെ പ്രധാനമന്ത്രിയും ഒന്നിച്ചു നിന്നുകൊണ്ട്. സ്വർണ്ണക്കൊള്ള കേസിൽ പോലും ഇങ്ങനെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും കൈകൊടുക്കുന്നതോടെ സ്വർണം കട്ടവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാതെ ജനങ്ങളോട് യഥാർത്ഥത്തിൽ വിശ്വാസവഞ്ചന കാണിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമെന്ന് ഇന്ന് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയത് കൊണ്ട് മാത്രമല്ല, ഇന്നലത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കൊണ്ടും അത് വളരെ വ്യക്തമാണ്. അതാണ്
പിണറായി വിജയന് ഇപ്പോഴും ആത്മവിശ്വാസം നൽകുന്നത്. Swarnam Katatu Arappa. ഇവിടെ Swarnam Katatu Arappa. എനിക്ക് നിങ്ങളുടെ കേൾക്കാൻ സ്വർണം കട്ടത് ആരപ്പ. So it's very interesting because from this line you can understand the truth of the election in Kerala. നിങ്ങൾക്ക് ഈ ഒരൊറ്റ വരിയിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ മൂഡ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാവും. On the LDF side, they literally stole the gold from Ayyappa's temple and replaced it with brass. നമ്മുടെ LDFന്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ശബരിമലയെ അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ നിന്ന് അവർ അക്ഷരാർത്ഥത്തിൽ സ്വർണം കൊള്ളയടിക്കുകയും അവിടെ ചെമ്പ് കൊണ്ടുപോയി വെക്കുകയും ചെയ്തു. And on the other side, the person who talks about temples and God in every single speech suddenly forgot temple and God when he came to Kerala. അതേസമയം മറുവശത്ത് നോക്കിയാൽ എല്ലാ രാഷ്ട്രീയ പ്രസംഗത്തിലും ക്ഷേത്രങ്ങളെക്കുറിച്ചും മതത്തെക്കുറിച്ചും പറയുന്ന ഒരാൾ കേരളത്തിലേക്ക് എത്തിയപ്പോൾ ആ ക്ഷേത്രത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചും മറന്നുപോയി. Wherever Mr. Narendra Modi goes, he gives long speeches about temples, God, religion. നരേന്ദ്രമോദി എവിടെയെല്ലാം പോകുമോ അവിടെയെല്ലാം അദ്ദേഹം ക്ഷേത്രങ്ങളെക്കുറിച്ചും മതത്തെക്കുറിച്ചും ദൈവങ്ങളെക്കുറിച്ചും വലിയ പ്രസംഗങ്ങൾ നടത്തും. But when CPM leaders steal from one of Kerala's biggest temples, when they steal the gold and replace it with brass, when they insult the temple, when nothing is done to the people who steal the gold, Narendra Modi keeps quiet. പക്ഷേ കേരളത്തിലെത്തുമ്പോൾ ഇവിടുത്തെ CPM നേതാക്കന്മാർ ശബരിമലയെ അയ്യന്റെ സ്വർണം കൊള്ളയടിച്ച് അവിടെ അതിനെ ചെമ്പ് മാറ്റി വെച്ചതിനു ശേഷം കേരളത്തിലെത്തുമ്പോൾ അതിനെ സംബന്ധിച്ച് ഒരക്ഷരം ഈ നരേന്ദ്രമോദി മിണ്ടുന്നില്ല.